കരങ്ങളെ അടിച്ച് നമുക്ക് പ്രത്യേകമായിരിക്കുന്ന മീറ്റിംഗിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ സെപ്റ്റംബർ 26 ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്ന ഈ ദിവസത്തിൽ മനോഹരമായ ദേവാലയത്തിൽ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് എനിക്ക് ലഭിച്ച അവസരത്തിനായി ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ കോറമ്മ, DC അമ്മ, അതുപോലെ മറ്റ് ഡിവിഷനിലെ മറ്റമ്മമാര് എല്ലാവർക്കും, അതുപോലെ തന്നെ ഇവിടുത്തെ ഹോം ലീഗ് മെമ്പേഴ്സ്, ജൂനിയർ ഹോം ലീഗ് മെമ്പേഴ്സ് എല്ലാവർക്കും ആദ്യമായി തന്നെ എൻ്റെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്നെക്കുറിച്ച് ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തുള്ള കുറച്ച് നിയമങ്ങൾ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. നമുക്കത് തുടങ്ങാം. ആദ്യമായി നമ്മൾ നോക്കുമ്പോൾ മോഡേൺ സ്ലേവറി അഥവാ ആധുനിക അടിമത്വം എന്ന് പറയുന്നത് ഒരു വലിയ ടേമാണ്. അതിൻ്റെ ഉള്ളിൽ അനേകം കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നാമത്തേതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഇതുമാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് അഥവാ മനുഷ്യക്കടത്ത്. അതിൽ ഉള്ള അഥവാ ഈ ആധുനിക അടിമത്വത്തിൽ വരുന്ന മറ്റു കാര്യങ്ങൾ അതായത് നിർബന്ധിത തൊഴിൽ ചെയ്യിപ്പിക്കുന്നത്, നിർബന്ധിതമായി വിവാഹം കഴിപ്പിക്കുന്നത്, ഭിക്ഷാടനത്തിന് വേണ്ടി ആളുകളെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കള്ളക്കടത്തിന് വേണ്ടി ആളുകളെ കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ അവയവങ്ങൾ ആളുകളുടെ അനുവാദമില്ലാതെ അവരുടെ അവയവങ്ങൾ എടുത്ത് അത് ഒരു വലിയ റാക്കറ്റായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടിച്ചേർന്ന് വരുന്ന ഒരു അംബ്രല ടേം എന്ന് നമുക്ക് പറയാം. അതാണ് ആധുനിക അടിമത്വം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഐക്യരാഷ്ട്രസഭ യുണൈറ്റഡ് നേഷൻസിന്റെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തെ എമ്പാടുമായിട്ട് 40 മില്യണിൽ അധികം ആളുകൾ ഈ ആധുനിക അടിമത്വത്തിന്റെ ഇരകളായി കാണപ്പെടുന്നു. ഈ ആധുനിക അടിമത്വത്തിലേക്ക് ഇരകളെ കൊണ്ടുവരുന്നത് ഒന്നുകിൽ ഭീഷണിപ്പെടുത്തിയോ നിർബന്ധത്തിലൂടെയോ ബലപ്രയോഗിച്ചോ ചതിവായിട്ടോ വശീകരിച്ചോ ഒക്കെയാണ് ഈ ആളുകളെ ഇത്തരത്തിലുള്ള ആധുനിക അടിമത്വത്തിലേക്ക് വേണ്ടി ഇരകളാക്കുന്നത്. അപ്പം ഇതിന് ഇരകളാവുന്ന ആളുകൾക്ക് അവർക്ക് ഒരുപോലെ തന്നെ ശാരീരികവും അതുപോലെ തന്നെ മാനസികവുമായ പ്രശ്നങ്ങൾ അവർക്ക് ധാരാളമായി നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമായുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഇതിനെക്കുറിച്ച് അഥവാ മനുഷ്യക്കടത്ത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആദ്യമായി നമ്മൾ അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ ഡെഫിനിഷനാണ്. അപ്പം ഐക്യരാഷ്ട്രസഭയുടെ ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്താണ്, അതിനെക്കുറിച്ചുള്ള ഡെഫിനിഷനിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ്, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ആ ഡെഫിനിഷനിൽ മനസ്സിലാക്കുന്നത്. എന്താണ് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് കുറെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്ന ആളുകളെ സ്വീകരിക്കുന്നു. ഇതൊക്കെയാണ് മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ്, അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒന്നെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിയോ ബലപ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ ചതിയിലൂടെയോ അല്ലെങ്കിൽ ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നത് വഴിയോ ഒക്കെയാണ് അത് ഇവരെ കൊണ്ടുപോകുന്നത്. എന്തിനു വേണ്ടിയാണ്? അത് ചൂഷണം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾക്ക് ഈ ഐക്യരാഷ്ട്രസഭയുടെ ഡെഫിനിഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആളുകളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി അവരെ ഭീഷണിപ്പെടുത്തിയോ ചതിവിലൂടെയോ നിർബന്ധത്തിലൂടെയോ തട്ടിക്കൊണ്ടോ ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകുന്നു, അങ്ങനെ കടത്തപ്പെടുന്ന ആളുകളെ സ്വീകരിക്കുന്നു. ഇതൊക്കെയാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് വരുന്നത്. ഇനി നമ്മൾ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഇരകളാവുന്നതിൽ 51% സ്ത്രീകളും 28% കുട്ടികളും അതുപോലെ തന്നെ 21% പുരുഷന്മാരുമാണ്. ഇനി ട്രാഫിക്കേഴ്സ്, ഈ ആളുകളെ ഇങ്ങനെ കടത്തുന്ന ആളുകൾ, അതിൽ 63% സ്ത്രീകളും 63% പുരുഷന്മാരും 37% സ്ത്രീകളുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇരകളാവുന്നവരിലും ഈ കടത്തുന്ന ആളുകളിലും പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട് ഉള്ളതാണ്. അതിൽ മറ്റൊരു കണക്ക് നമ്മൾ അറിയുന്നത്
മനുഷ്യക്കടത്തിനായി തട്ടിക്കൊണ്ടു പോകുന്നവരിൽ അല്ലെങ്കിൽ ഇരകളാകുന്നവരിൽ 43% രാജ്യത്തിനകത്ത് തന്നെയാണ്. അതായത് ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഒരു കടത്തുന്നു മറ്റൊരു സംസ്ഥാനത്തിലേക്ക്. ആ രാജ്യത്തിനകത്ത് തന്നെയുള്ള മനുഷ്യക്കടത്ത് 43%, പുറത്ത് അന്താരാഷ്ട്ര തലത്തിലേക്ക് മനുഷ്യരെ കടത്തുന്നത് 57%. ഇനി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതലുമായിട്ട് നോർത്ത് ഇന്ത്യയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എങ്കിലും അവരെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു സന്നദ്ധ സംഘടനയാണ്. അവരുടെ കണക്കുകൾ അനുസരിച്ച് 2020 ഏപ്രിൽ മുതൽ 2021 ജൂൺ വരെ, അതായത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഈ വർഷം ജൂൺ വരെ 9000-ൽ-അധികം കുട്ടികളെ ഈ മനുഷ്യക്കടത്തിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 9000-ൽ-അധികം കുട്ടികളെ രക്ഷിച്ചു എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഇപ്പോഴും രക്ഷിക്കപ്പെടാതെ കിടക്കുന്ന, ഇപ്പോഴും ഇരകളായിരിക്കുന്ന ആളുകൾ അതിലും അധികം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇനി നമ്മൾ അടുത്ത ശ്രദ്ധ നോക്കുന്നത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ ഏതൊക്കെ തരത്തിലുള്ളതാണ് മനുഷ്യക്കടത്ത് എന്നതാണ്. ആദ്യമായിട്ട് സെക്സ് ട്രാഫിക്കിംഗ്, അതായത് ആളുകളെ പ്രോസ്റ്റിറ്റ്യൂഷൻ അഥവാ വേശ്യാവൃത്തിക്ക് വേണ്ടി അല്ലെങ്കിൽ പോൺ ഇൻഡസ്ട്രി ഇതിനു വേണ്ടിയിട്ട് ആളുകളെ കൊണ്ടുപോകുന്നു. അതാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ ഏറ്റവും പ്രബലമായിട്ട് നമ്മൾക്ക് കാണപ്പെടുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് ആഗോളതലത്തിൽ 4.5 മില്യൺ ആളുകളാണ് ഇതിന് ഇരകളാകുന്നത്. ഈ ഇരകളാകുന്നവരിലും 72% സ്ത്രീകളാണ്. അപ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് ധാരാളമായ മാനസിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ശാരീരിക പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഗുരുതരമായ അവർ ബലപ്രയോഗത്തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഗുരുതരമായ അവർ മരണത്തിന് വരെ കാരണമാകുന്ന HIV AIDS പോലുള്ള രോഗങ്ങളും അവർക്ക് പിടിപെടുന്നുണ്ട്. അപ്പോൾ മനുഷ്യക്കടത്തിന്റെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ലേബർ അഥവാ നിർബന്ധിതമായി തൊഴിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആളുകളെ അവരുടെ ഇഷ്ടത്തിന് എതിരായി നിർബന്ധിതമായി അവരെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേതനമില്ലാതെയോ വളരെ കുറവ് വേതനത്തിലോ ആയിരിക്കും അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ജോലി ചെയ്യുന്നത് കൃഷി, അരി മില്ലുകൾ അല്ലെങ്കിൽ എംബ്രോയിഡറി, അതുപോലെ തുണിക്കടകൾ, അതിനുള്ള ഫാക്ടറീസ് അല്ലെങ്കിൽ ക്വാറികൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ആളുകളെ നിർബന്ധിതമായി അവരെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ കണക്കനുസരിച്ച് 20.9 മില്യൺ ആളുകൾ ഇത്തരത്തിൽ നിർബന്ധിത തൊഴിൽ ചൂഷണത്തിന് ഇരകളായിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒരു രീതി, ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ഒരു രീതി എന്ന് പറയുന്നത് സ്ലേവറി അഥവാ അടിമത്തം. അടിമത്തം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് നിന്ന്, നമ്മുടെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അടിമത്തം എന്ന രീതിയിൽ ഉണ്ട് എന്നാണ് നമ്മളെ കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത് എന്താണ് മനുഷ്യക്കടത്ത്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അത് എന്തൊക്കെ രീതിയിലുണ്ട്, പിന്നെ നമ്മൾ കുറച്ച് കണക്കുകൾ ഇതൊക്കെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിനെതിരായിട്ട് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ നിയമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ഒരു കൺവെൻഷൻ ഉണ്ട്, യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ട്രാൻസ്നാഷണൽ ഓർഗനൈസ്ഡ് ക്രൈം. ഇതാണ് ആദ്യമായിട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു കൺവെൻഷൻ. അത് മനുഷ്യക്കടത്തിനെതിരായിട്ട് കൊണ്ടുവന്ന ഒരു കൺവെൻഷനാണ്. അതിലാണെങ്കിൽ മനുഷ്യക്കടത്തിന് ഇരകളാവുന്നവരെ, മനുഷ്യക്കടത്ത് തടയുകയും മനുഷ്യക്കടത്തിന് ഇരകളാവുന്നവരെ രക്ഷിക്കുകയും അവരെ പുനരധിവസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷനാണ് യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ട്രാൻസ്നാഷണൽ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ യുണൈറ്റഡ് നേഷൻസിന്റെ കൺവെൻഷനാണ്. അടുത്ത ഒരു സാർക്ക് രാജ്യങ്ങളുടെ ഒരു കൺവെൻഷനുണ്ട്. സാർക്ക് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങളായ മാലദ്വീപ്സ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ സാർക്ക് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാർക്ക് രാജ്യങ്ങളുടെ ഒരു കൺവെൻഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് അതും ഈ മനുഷ്യക്കടത്തിന് എതിരായിട്ടാണ്
ആ കൺവെൻഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതും നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യക്കടത്തിന് ഇരകളാകുന്നവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയും ആ മനുഷ്യക്കടത്ത് തടയുന്നതിന് വേണ്ടിയും അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയും അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഉള്ള ഒരു കൺവെൻഷനാണ്. പിന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ട് ഒരു ബൈലാറ്ററൽ മെക്കാനിസം ഉണ്ട്. അതായത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ആളുകളെ മനുഷ്യക്കടത്തിനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലുള്ള ആളുകളെ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോകുന്നു മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയും അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയും അവരുടെ നാടുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയും ഉള്ള ഒരു ബൈലാറ്ററൽ മെക്കാനിസം ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് ഉണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യക്കടത്തിനെതിരായിട്ടുള്ള എന്തൊക്കെ നിയമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ രാജ്യത്ത് മനുഷ്യക്കടത്തിനെതിരായിട്ട് ഏതൊക്കെ നിയമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾക്കറിയാം, നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നീതി നിയമ വ്യവസ്ഥയെ കെട്ടിപ്പടുത്തിരിക്കുന്ന അടിസ്ഥാനമാണ് ഭരണഘടന. അപ്പോൾ ഭരണഘടനയിൽ 2 ആർട്ടിക്കിളുകളാണ് ഈ ചൂഷണത്തിന് എതിരായിട്ടുള്ള അവകാശമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ തന്നിട്ടുള്ളത്. അത് 23-ാമത്തെ ആർട്ടിക്കിളും 24-ാമത്തെ ആർട്ടിക്കിളും. 23-ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് മനുഷ്യക്കടത്തും അതുപോലെ തന്നെ നിർബന്ധിത തൊഴിൽ ചെയ്യിപ്പിക്കുന്നതും നിയമവിരുദ്ധമാണെന്നും നിയമപ്രകാരമായി അത് തടഞ്ഞിട്ടുള്ളതും ആണെന്നാണ് 23-ാമത്തെ ആർട്ടിക്കിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 24-ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് അപകടകരമായ തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് കുട്ടികളെ വിലക്കിയിട്ടുണ്ട്. അതായത് അങ്ങനെ അപകടകരമായ ജോലികൾ, അതായത് ഫാക്ടറികൾ, ഖനികൾ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള അതുപോലെയുള്ള അപകടകരമായ ജോലികളിൽ നിന്ന് കുട്ടികളെ ചെയ്യിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നതാണ് 24-ാമത്തെ ആർട്ടിക്കിൾ. അപ്പോൾ ആ ആർട്ടിക്കിളിനെ ചുവട് പിടിച്ച് നമ്മുടെ രാജ്യത്ത് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് ബാലവേല നിരോധനവും നിയന്ത്രണവും നിയമം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന നിയമങ്ങളാണ്. ഇനി നമ്മൾക്ക് അടുത്തൊരു നിയമം എന്ന് പറയുന്നത് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956-ലെ അധാർമിക കടത്ത് തടയൽ നിയമം എന്ന് പറയുന്ന ഒരു നിയമമാണ്. അപ്പോൾ ആ നിയമത്തിൽ കുറച്ച് കാര്യങ്ങൾ, അത് എന്തൊക്കെയാണ് ഇല്ലീഗൽ അഥവാ നിയമപരമല്ലാത്തത് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ നിയമത്തിൽ അധാർമിക കടത്ത് തടയൽ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായി കാണുന്നത് ഒരു ബ്രോത്തൽ അഥവാ ഒരു വേശ്യാലയം പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവർ ആളുകളുടെ സ്ഥലം വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ, വേശ്യയായി ജോലി ചെയ്ത് കാശ് വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നു, അങ്ങനെ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി തട്ടിക്കൊണ്ടുപോയ ആളുകളെ തടഞ്ഞു വെക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി ആളുകളെ വശീകരിച്ചോ ഭീഷണിപ്പെടുത്തിയോ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അധാർമിക കടത്ത് തടയൽ നിയമം വഴി നിരോധിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ. ഇനി അടുത്ത ഒരു നിയമം എന്ന് പറയുന്നത് IPC, ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം. ഇതിലാണെങ്കിൽ കുറച്ചധികം സെക്ഷനുകൾ, കുറച്ചധികം വകുപ്പുകൾ മനുഷ്യക്കടത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെതിരായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് വകുപ്പുകൾ ഉള്ളത് കൊണ്ട് പ്രധാനമായും ജനറലി ഹ്യൂമൻ ട്രാഫിക്കിന് അല്ലെങ്കിൽ ജനറലി ആളുകളെ കടത്തുന്നതിനെ കുറിച്ചുള്ള വകുപ്പുകൾ, സ്പെസിഫിക് ആയി ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് പറയുന്ന വകുപ്പുകൾ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വകുപ്പുകൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വകുപ്പുകൾ എന്നീ രീതിയിൽ നമുക്കതിനെ തിരിക്കാൻ സാധിക്കും. ആദ്യമായിട്ട് ജനറലി മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ ആളുകളെ കടത്തുന്നതിനെ കുറിച്ച് പറയുന്ന വകുപ്പുകളാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് 347-ാം വകുപ്പ്, അതായത് നിയമവിരുദ്ധമായ കൃത്യത്തിന് നിർബന്ധിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അന്യായമായ തടഞ്ഞു വെക്കലിനെയോ ആണ് 347-ാം വകുപ്പ് പ്രകാരം നിരോധിച്ചിട്ടുള്ളത്. അത് 3 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിട്ടാണ് IPC പറയുന്നത്. അതുപോലെ 357-ാമത്തെ വകുപ്പിൽ പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നിയമവിരുദ്ധമായ കൃത്യത്തിന് നിർബന്ധിക്കുകയോ അത് ചെയ്യുന്നതിന് വേണ്ടി തടഞ്ഞു വെക്കുകയോ അങ്ങനെ തടഞ്ഞു വെക്കുമ്പോൾ കയ്യേറ്റമോ കുറ്റകരമായ ബലപ്രയോഗമോ അവർക്ക് നേരെ
ഉണ്ടാകുകയാണെങ്കിൽ അത് 357 വകുപ്പിലാണ് വരുന്നത്. അത് 1 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അടുത്ത 363 വകുപ്പ് അനുസരിച്ച് തട്ടിക്കൊണ്ടുപോകൽ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തട്ടിക്കൊണ്ടുപോകൽ. ഒരാളെ അയാളുടെ അനുവാദമില്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് തട്ടിക്കൊണ്ടുപോകൽ. ഇത് വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ്. അതിന് 7 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഇനി അതാണ് ജനറലി കടത്തലിനെ കുറിച്ച് ഉള്ള 2-3 വകുപ്പുകൾ. അടുത്തത് സ്പെസിഫിക് ആയിട്ട് മനുഷ്യക്കടത്തിനെ സംബന്ധിച്ച് പറയുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 370 വകുപ്പ്. അതാണ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം IPCയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വകുപ്പ്. ഇതെന്ന് പറയുന്ന ആളുകളെ അടിമയായി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതാണ് 370 വകുപ്പ് പ്രകാരം നിയമവിരുദ്ധമാക്കിയിരിക്കുന്നത്. അതും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ 7 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പുതിയ ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് 370A എന്ന് പറയുന്ന ഒരു സെക്ഷനും കൂടെ വന്നിട്ടുണ്ട്. ആ വകുപ്പിലും പറയുന്നത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ചാണ്. പക്ഷെ അതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതായത് അടിമത്വം, നിർബന്ധിതമായി തൊഴിൽ ചെയ്യിപ്പിക്കുന്നത്, ഇതെല്ലാം കൂടെ ഈ പുതിയ വകുപ്പിലും വരുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും മറ്റേ നമ്മൾ മുമ്പ് കണ്ട 370 എന്നുള്ള വകുപ്പിനേക്കാളും കുറച്ചും കൂടെ ഗുരുതരമായ കുറ്റങ്ങളും അതുകൊണ്ട് തന്നെ ഗുരുതരമായ ശിക്ഷയുമാണ്. അത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ് ഈ 370A എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത 371 വകുപ്പിൽ പറയുന്നത്, ഇപ്പോൾ 370 അല്ലെങ്കിൽ 370A അനുസരിച്ച് ഒരാൾ ഒരു കുറ്റം ചെയ്തു, അയാൾക്ക് അതിന് ശിക്ഷ ലഭിച്ചു, എന്നിട്ടും അയാൾ വീണ്ടും അതേ കുറ്റം തന്നെ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വീണ്ടും അത് ചെയ്ത് ഒരു ഹാബിച്വൽ ഒഫൻഡർ ആകുന്ന അയാൾക്കാണ് 371 വകുപ്പ് പ്രകാരം ശിക്ഷ ലഭിക്കുന്നത്. അത് 10 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്, നമ്മൾ ഇതുവരെ നോക്കിയത് മനുഷ്യക്കടത്തിനെ കുറിച്ചാണ്. ഇനി അടുത്ത നമ്മൾക്ക് IPCയിലുള്ള ഒരു വകുപ്പ് ഫോഴ്സ്ഡ് ലേബർ അഥവാ നിർബന്ധിത തൊഴിൽ ചെയ്യിപ്പിക്കുന്നത്. അത് 374 വകുപ്പിലാണ് പറയുന്നത്. ഒരാളെ കൊണ്ട് നിയമവിരുദ്ധമായി നിർബന്ധിച്ച് തൊഴിൽ ചെയ്യിപ്പിക്കുന്നു. അത് തടഞ്ഞുകൊണ്ടുള്ള വകുപ്പാണ് 374 വകുപ്പ്. അതിൽ ഒരാൾക്ക് 1 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് സ്പെസിഫിക് ആയിട്ട് മനുഷ്യക്കടത്തിനെതിരെ നമ്മുടെ IPCയിലുള്ള വകുപ്പുകളെ കുറിച്ചാണ്. ഇനി അടുത്ത സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള കുറച്ച് വകുപ്പുകളുണ്ട്. അത് നമുക്ക് നോക്കാം. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് 354A. അതിൽ പറയുന്നത് സ്ത്രീയെ മാനഭംഗപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവളുടെ നേരെ നടത്തുന്ന കയ്യേറ്റമോ കുറ്റകരമായ ബലപ്രയോഗമോ ഇതിനെയാണ് 354A വകുപ്പ് പ്രകാരം തടഞ്ഞിട്ടുള്ളത്. അത് സ്ത്രീയെ മാനഭംഗപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശം. അതായത് ഇവിടെ മാനഭംഗപ്പെടുത്തണം എന്നുള്ളത് നിർബന്ധമല്ല. ആ മാനഭംഗപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ നേരെ നടത്തുന്ന കയ്യേറ്റം മാത്രം മതിയാകും. ഈ വകുപ്പ് അനുസരിച്ച് ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടി അത് 3 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് 376. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വകുപ്പായിരിക്കും. റേപ്പ് അഥവാ ബലാത്സംഗം. ഇത് 10 വർഷമോ ജീവപര്യന്തമോ പിഴയും ഒക്കെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് 376 അഥവാ ബലാത്സംഗത്തിന്റെ വകുപ്പ്. ഇനി അടുത്ത 366 വകുപ്പിൽ പറയുന്നത് ഫോഴ്സ്ഡ് മാരേജ് അതായത് ഒരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന് നിർബന്ധിക്കുന്നതിന് വേണ്ടി തട്ടിക്കൊണ്ടുപോവുകയോ പ്രചോദിപ്പിക്കുകയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ മനുഷ്യക്കടത്തിനകത്ത് അല്ലെങ്കിൽ ഈ ആധുനിക അടിമത്വത്തിനകത്ത് വരുന്ന ഒരു ഇതാണ് നിർബന്ധിതമായ വിവാഹം കഴിപ്പിക്കുന്നത്. അങ്ങനെ നിർബന്ധിതമായ വിവാഹം കഴിപ്പിക്കുന്നതിന് വേണ്ടി തട്ടിക്കൊണ്ടുപോവുകയോ പ്രചോദിപ്പിക്കുകയോ ചെയ്യുന്നതൊക്കെ ഈ വകുപ്പ് പ്രകാരം തടഞ്ഞിട്ടുണ്ട്. ഇതനുസരിച്ച് 10 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് സ്ത്രീകൾക്ക് മനുഷ്യക്കടത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടെ അതിക്രമങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ IPCയിൽ തന്നിട്ടുള്ള വകുപ്പുകളാണ്. ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ വകുപ്പുകളാണ് IPCയിലുള്ളതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട്
സെക്ഷൻ 366A. 366A വകുപ്പ് പ്രകാരം അതിൽ പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് മൈനറായ പെൺകുട്ടി അതായത് 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ അനധികൃതമായ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ബന്ധത്തിന് വേണ്ടി, അത് ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ്, അങ്ങനെ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പിന് വേണ്ടി നിർബന്ധിച്ചോ വശീകരിച്ചോ ബലം ഉപയോഗിച്ചോ ഒക്കെയോ കൊണ്ടുപോകുന്നതിന് ഈ വകുപ്പ് പ്രകാരം തടഞ്ഞിട്ടുണ്ട്. അത് 10 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്നത് കുറ്റമാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന അതിൻ്റെ തന്നെ 366B, അതിൽ പറഞ്ഞിരിക്കുന്നത് 21 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ കുറിച്ചാണ്. ഇതിൽ പ്രധാനമായും വിദേശ രാജ്യത്ത് നിന്ന് കൊണ്ടുവരുന്ന പെൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ വകുപ്പ് അനുസരിച്ച് 21 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ വിദേശ രാജ്യത്ത് നിന്ന് അനധികൃതമായോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ബന്ധത്തിന് വേണ്ടി ബലം ഉപയോഗിച്ചോ നിർബന്ധിച്ചോ വശീകരിച്ചോ കൊണ്ടുവരുന്നത് ഈ വകുപ്പ് പ്രകാരം തടഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ 10 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അടുത്ത 370 ക്ലോസ് 4, 370 സെക്ഷൻ നമ്മൾ നേരത്തെ കണ്ടു. 370 വകുപ്പ് അടിമത്തത്തെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ തന്നെ 370 വകുപ്പിന്റെ അടിയിൽ വരുന്ന 4ാമത്തെ ക്ലോസ്, 370 വകുപ്പ് 4ാമത്തെ ക്ലോസ് അനുസരിച്ച് മൈനർ കുട്ടിയെ, അതായത് 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെയാണ് കടത്തുന്നതെങ്കിൽ അതാണ് ഈ 370 4ാമത്തെ ക്ലോസ് അനുസരിച്ച് പറയുന്നത്. അത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അടുത്ത 370 5ാമത്തെ ക്ലോസ്. നമ്മൾ 370 4ാമത്തെ ക്ലോസിൽ കണ്ടത് മൈനറായ ഒരു കുട്ടിയെ കടത്തുന്നതിനുള്ള വകുപ്പാണ്, അതിനെതിരെയുള്ള വകുപ്പാണ്. അപ്പോൾ അതിന്റെ അടുത്ത വകുപ്പ് എന്ന് പറയുന്നത് 370 5ാമത്തെ ക്ലോസ്. അതിൽ പറയുന്നത് ഒന്നിലധികം മൈനറായ കുട്ടികളെ കടത്തുകയാണെങ്കിൽ അതും 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റമായിട്ടാണ് പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടു ഹാബിച്വൽ ഒഫൻഡർ, ഒരു കുറ്റം ചെയ്ത് വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെ ആളുകളെയാണ് നമ്മൾ ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 370 അല്ലെങ്കിൽ 370 വകുപ്പുകൾ അനുസരിച്ച് കുറ്റകൃത്യം ചെയ്ത ഒരാൾ, അതായത് മൈനറിനെ തട്ടിക്കൊണ്ടുപോയ ഒരാൾ, അയാൾ വീണ്ടും അത് കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അതും ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന അതുപോലെ അതിനോടൊപ്പം തന്നെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇനി അടുത്ത വകുപ്പ് എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടി പ്രാധാന്യമുള്ളതാണ്. അതിൽ പറയുന്നത് മൈനറായി, അതായത് 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ വേശ്യാവൃത്തിക്കോ മറ്റ് അസാൻമാർഗിക കാര്യങ്ങൾക്കോ വേണ്ടി കടത്തുന്നത് തടയുന്നതാണ് 372 വകുപ്പ് പ്രകാരം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 10 വർഷം തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. ഇനി അടുത്ത നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടത് ഒരാള് മനുഷ്യക്കടത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ മനുഷ്യക്കടത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇരകളാവുന്നവർക്ക് അവർക്ക് എന്തൊക്കെ സംരക്ഷണത്തിനുള്ള നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ കടത്ത് തടയുന്നതിന് എതിരായിട്ടുള്ള എന്തൊക്കെ നിയമങ്ങളുണ്ട് എന്നാണ്. ഇനി നമ്മൾ ആ കടത്ത് ചെയ്യുന്നവരെ സഹായിക്കുന്നവർക്കുള്ള അവർക്കെതിരെയുള്ള നിയമങ്ങളെയാണ്. അതായത് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് മനുഷ്യരാശിക്ക് എതിരായിട്ടുള്ള ഒരു വിപത്തായിട്ട്, അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് എതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പോലെ തന്നെ കുറ്റവാളികളാണ് ആ കുറ്റകൃത്യത്തിന് സഹായിക്കുന്നവരും. അപ്പൊ അതിനുവേണ്ടി ആദ്യമായിട്ടുള്ള ഒരു വകുപ്പ് IPCയിൽ തന്നെ 368 വകുപ്പ് അനുസരിച്ച് തട്ടിക്കൊണ്ടുപോയ ആളെ അന്യായമായി ഒളിച്ചു വയ്ക്കുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്യുന്നത്. ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നു. ആ തട്ടിക്കൊണ്ടുപോകുന്ന ആളുകളെ, ഇരകളെ അന്യായമായി തടഞ്ഞു വെക്കുകയോ ഒളിച്ചു വെക്കുകയോ ചെയ്യുന്നത് ഈ വകുപ്പ് പ്രകാരം നിയമവിരുദ്ധമാണ്. അതിന് 10 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്നതാണ്. അടുത്ത 370 ക്ലോസ് A, അതിലെ അണ്ടർ ക്ലോസ് 1, അതിൽ പറയുന്നത് ഒരു മൈനറിനെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടി കടത്തുന്നു. അത്തരത്തിൽ കടത്തുമ്പോൾ അതിനെ സഹായിക്കുകയോ അതിൽ ഏതെങ്കിലും രീതിയിൽ ഇടപെടുകയോ ചെയ്യുന്ന ആളുകളെ അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനായിട്ടാണ് ഈ സെക്ഷൻ
അതുപോലെ അത് 5 വർഷം മുതൽ 7 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇനി അതിന്റെ അടുത്ത വകുപ്പ് 370A, അതിന്റെ സബ് ക്ലോസ് രണ്ടാമത്തേതിൽ പറയുന്നത്, നമ്മൾ സബ് ക്ലോസ് 1 പറഞ്ഞത് മൈനറിനെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടി കടത്തുന്നു. അത്തരത്തിൽ കടത്തുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്ന ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന വകുപ്പാണ് അത്. അപ്പോൾ അതിന്റെ അടുത്ത വകുപ്പ് എന്ന് പറയുന്നത് മൈനർ എന്നില്ല, ഏതെങ്കിലും ആളുകളെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടി കടത്തുന്നു. അത്തരത്തിൽ കടത്തുമ്പോൾ അതിൽ ഇടപെടുന്ന ആളുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ള വകുപ്പാണ് 370 ക്ലോസ് A, ക്ലോസ് 2. ഇനി അടുത്ത മറ്റൊരു വകുപ്പ് എന്ന് പറയുന്നത് 373 വകുപ്പ്. ഇതിൽ നമ്മൾ മൈനറിനെ വേശ്യാവൃത്തിക്കായി വാങ്ങുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഒരു മൈനറിനെ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി വിൽക്കുന്നത് പോലെ തന്നെ അതിനോടൊപ്പം തന്നെ കുറ്റകരമായ ഒരു കാര്യമാണ് മൈനറിനെ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വാങ്ങിക്കുന്ന ആളുകളെ 10 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും വകുപ്പുകളാണ് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അഥവാ IPCയിൽ മനുഷ്യക്കടത്തിനെതിരായിട്ട് ഉള്ളത്. ഇനി നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ കുറച്ച് നിയമങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബാലവേല നിരോധന നിയമം, പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, അടുത്ത പോക്സോ. ഇതിലൊക്കെ മനുഷ്യക്കടത്തിന് അതിനെപ്പറ്റി അധികമായി പറയുന്നില്ല, 1-2 വകുപ്പുകളേ ഉള്ളൂ. അതൊന്നും ഞാൻ പറയാം. ആദ്യമായിട്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, അത് ബാലനീതി നിയമം, അതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. അതിൻ്റെ 81 വകുപ്പ് അനുസരിച്ച് പറയുന്നത്, ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു കുട്ടിയെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് ഈ വകുപ്പ് പ്രകാരം തടഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കുട്ടിയെ ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ആവാം. അത്തരത്തിൽ ഒരു കുട്ടിയെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത്, അത്തരത്തിൽ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു കുട്ടിയെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ളതാണ് ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ 81 വകുപ്പ്. അത് പ്രകാരം 5 വർഷം വരെ പിഴയും 1 ലക്ഷം രൂപ വരെ 5 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അതുപോലെ തന്നെ പോക്സോ ആക്ട് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ ഒരു നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ഇതിലെ 16 സെക്ഷൻ എന്ന് പറയുന്നത് വകുപ്പ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ഭീഷണിപ്പെടുത്തിയോ ബലം ഉപയോഗിച്ചോ അക്രമത്തിലൂടെയോ തട്ടിക്കൊണ്ടുപോകുന്നത് വഴിയോ ചതിയിലൂടെയോ വഞ്ചനയിലൂടെയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മേൽ അധികാരമുള്ള അയാളുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നത് വഴിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുട്ടിയുടെ അധികാരമുള്ള അതായത് കുട്ടിയുടെ അച്ഛനോ അമ്മയോ മറ്റു രക്ഷിതാക്കൾക്കോ എന്തെങ്കിലും പാരിതോഷികമോ പണമോ ഒക്കെ നൽകി കുട്ടികളെ ഇതുപോലെ കടത്തുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതൊക്കെയാണ് ഈ 16 വകുപ്പ് പോക്സോ ആക്ട്, അതായത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ നിയമം, അതിൻ്റെ 16 ആക്ട് വഴി നിരോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഒരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെതിരായിട്ട് നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ. അതേപോലെ തന്നെ മറ്റ് ചെറിയ കുറച്ച് നിയമങ്ങളും ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ബാലവേല നിരോധനവും, അത് ചെറിയ എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ഇതിനോടൊപ്പം തന്നെ ഉള്ള മറ്റ് നിയമങ്ങളാണ് ബാലവേല നിരോധനവും നിയന്ത്രണവും നിയമം, അതുപോലെ തന്നെ ശൈശവ വിവാഹ നിരോധന നിയമം, പിന്നെ മനുഷ്യാവയവങ്ങൾ മാറ്റിവെക്കൽ നിയമം തുടങ്ങിയവ. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് നമ്മുടെ നാട്ടിൽ മനുഷ്യക്കടത്തിനെതിരെ അല്ലെങ്കിൽ ഈ നിർബന്ധിത തൊഴിൽ ചെയ്യിപ്പിക്കുന്നതിനെതിരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും അവർക്ക് അതിനെതിരെയുള്ള നിയമങ്ങളാണ് നമ്മൾ കണ്ടത്. അതായത് ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ. ഇനി നമ്മൾ ഒരു ബില്ല് 2021 വന്നിട്ടുണ്ട്. ബില്ലെന്ന് പറയാൻ നമുക്കറിയാം
അതിന് ബന്ധപ്പെട്ട അധികാരികൾ ഒരു ബില്ല് തയ്യാറാക്കുന്നു. ആ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കിയാണ് അത് നിയമമാകുന്നത്. അപ്പൊ അത്തരത്തിൽ ഇപ്പോഴും നിയമമായിട്ടില്ല. ആ ബില്ല് എന്നുള്ള ഒരു അവസ്ഥയിലിരിക്കുന്ന 2021 വന്നൊരു നിയമമുണ്ട്, ഒരു ബില്ലാണ്. അതിന്റെ പേര് മനുഷ്യക്കടത്ത് തടയൽ പുനരധിവാസം ബിൽ 2021 അത് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പാണ് ആ ബില്ല് കൊണ്ടുവരുന്നത്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും മനുഷ്യക്കടത്ത് തടയുകയും ഇരകളെ രക്ഷിക്കുകയും സംരക്ഷിക്കുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ്. അപ്പോൾ ഈ ബില്ലിൽ പറയുന്ന ശിക്ഷ അനുസരിച്ച് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ഒരു കുറ്റകൃത്യം ചെയ്ത കുറ്റവാളിക്ക് ലഭിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരാള് ഹാബിച്വൽ ഒഫൻഡർ ആണെങ്കിൽ, വീണ്ടും വീണ്ടും കുറ്റം ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് മരണശിക്ഷ വരെ ലഭിക്കാവുന്ന രീതിയിലാണ് ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും മനുഷ്യക്കടത്ത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസ് രജിസ്റ്റർ ചെയ്താൽ NIA പോലുള്ള കേന്ദ്ര ഏജൻസികൾ അത് അന്വേഷിക്കണം എന്നുള്ള രീതിയിലും ഇതിൽ ബില്ലിൽ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് ഇതുവരെ നിയമമായിട്ടില്ല, അത് ബില്ലെന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും IPC ആണെങ്കിലും അതിൽ ഒരുപാട് കുറ്റങ്ങളെക്കുറിച്ചും കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അതിനുള്ള ശിക്ഷകളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. മനുഷ്യക്കടത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു നിയമം നമുക്കില്ല. അപ്പം നമ്മൾ നേരത്തെ കണ്ടതിലുള്ളത് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാലും 1956 നിയമമാണ്. അപ്പോൾ അത് കുറച്ച് പഴയ നിയമമാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുതിയ നിയമം വരികയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇതുവരെ കണ്ടത് നിയമം എന്ന് പറയുന്നത് തിയററ്റിക്കലാണ്. അപ്പോൾ ആ നിയമത്തിന് അതിൻ്റെ സാധുത വരുന്നത് അത് പ്രാക്ടിക്കൽ ലെവലിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പം ഇത്തരത്തിൽ മനുഷ്യക്കടത്തിനെതിരായിട്ട് അല്ലെങ്കിൽ മനുഷ്യക്കടത്തിനെ ഇരകളാക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാരിന് നിർഭയ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. അതായത് സ്ത്രീകളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പദ്ധതികളുടെ നടത്തിപ്പിനായി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന ഒരു ഫണ്ടാണ് ഈ നിർഭയ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഫണ്ട് നമ്മുടെ കേരളത്തിനും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ടിന്റെ കീഴിൽ നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളതാണ് ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റുകൾ. ഈ യൂണിറ്റുകൾ എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലീസുകാരാണ് ഈ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ നമ്മുടെ നാട്ടില് ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ നിലവിൽ 9 ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം, അതായത് 2020 പുതിയ 5 യൂണിറ്റുകളും കൂടെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ പ്രധാനപ്പെട്ട ജോലികൾ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, പ്രധാനമായി ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ കേസ് രജിസ്റ്റർ ആവുകയാണെങ്കിൽ അതിനെ കുറിച്ച് അന്വേഷിക്കുക. അത് അന്വേഷിക്കുന്നത് പോലീസ് മാത്രം അവരുടേതായ രീതിയിലല്ല. പോലീസിനോടൊപ്പം സാമൂഹിക നീതി വകുപ്പ്, ബാലനീതി ബോർഡ്, വനിതാ ശിശുക്ഷേമ വികസന വകുപ്പ്, തൊഴിൽ വകുപ്പ് എന്നിവയുടെ ഏകോപനത്തോടെ ആയിരിക്കും പോലീസ് ഈ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള നിയമം അല്ലെങ്കിൽ പണ്ട് മുതലുള്ള നിയമം എന്ന് പറയുന്നത്, ഒരാൾ ഒരു കുറ്റം ചെയ്തു അപ്പോൾ അയാളെ ശിക്ഷിക്കുക എന്നുള്ള ഒരു ലീനിയർ അപ്രോച്ചാണ് നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മൾ കാലം മാറുന്ന അനുസരിച്ച് നിയമത്തിന്റെ സാധുതയും കുറച്ചും കൂടെ വലുതായി വരികയാണ്. അപ്പോൾ ഒരാളെ കുറ്റം ചെയ്തയാളെ ശിക്ഷിക്കുക എന്നതിനോടൊപ്പം അതിനെ ഇരയാകുന്നവരെ സംരക്ഷിക്കുക, അവരെ രക്ഷിക്കുക എന്നുള്ള രീതിയിലും കൂടെ അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലേക്കും നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റ് അനുസരിച്ച് ഇരകളുടെ പുനരധിവാസം, അതുപോലെ തന്നെ അവരുടെ മാനസിക ആരോഗ്യക്ഷേമം, ഇതിനൊക്കെയും വേണ്ടിയിട്ടും കൂടെയാണ് ഈ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് ഈ നമ്മുടെ നാട്ടിലെ ഹ്യൂമൻ ട്രാഫിക്കിനെതിരായിട്ടുള്ള നിയമങ്ങളും അതിൻ്റെ മറ്റ് വശങ്ങളും ഒക്കെയാണ്.
അപ്പോൾ ഇതിന് പൊതുജനങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ചെയ്യാനാവുന്നത് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നമ്മൾക്ക് എവിടെയെങ്കിലും നമ്മൾ കാണുകയോ നമ്മൾ അറിയുകയോ ചെയ്യുകയാണെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികൾ, പോലീസ് സ്റ്റേഷനോ അതുപോലെ തന്നെ നിങ്ങളുടെ ജനപ്രതിനിധികളെയൊക്കെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുജനം എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്തം. നമ്മൾ നേരത്തെ കണ്ടു ബച്പൻ ബച്ചാവോ ആന്തോളൻ, അവരുടെ കണക്ക് പറയുന്നത് 9,000-ലധികം കുട്ടികളെ രക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് കാണിക്കുന്നത് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ളത് എത്ര വലിയൊരു വിപത്താണെന്ന് നമ്മുടെ സർക്കാരുകളും മറ്റ് അധികാരികളും തിരിച്ചറിയുന്നു എന്നുള്ളതും അതിനെതിരായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു പരിധിവരെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഏത് നിയമമാണെങ്കിലും ഏത് സർക്കാരാണെങ്കിലും അവരുടെ വിജയം എന്ന് പറയുന്നത് പൊതുജനത്തിന്റെ പങ്കാളിത്തം എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ നമ്മളും ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ എത്ര വലിയ ഒരു വിപത്താണെന്നും മനസ്സിലാക്കുകയും അതിനെതിരായിട്ട് നമ്മുടെ അധികാരികളോട് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനോട് കൂടെ അവരെ സഹായിക്കുക എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് അവയർനെസ് ക്ലാസ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് പ്രയോജനം ഉണ്ടായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സമയത്തിനും ശ്രദ്ധയ്ക്കുമായിട്ട് നന്ദി. ഒരിക്കൽ കൂടി എനിക്ക് ലഭിച്ച ഈ അവസരത്തിനുമായിട്ട് ഞാൻ നന്ദി പറയും.